من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يومئذ تعرضون لا تخفى يومئذ تعرضون لا تخفى منكم خافية يا أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹധനയനായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വീണ്ടും ഒരു പുതുവർഷത്തിലേക്ക് ലോകം പ്രവേശിച്ചിരിക്കുകയാണ്. 2025 കഴിഞ്ഞ് 2026 നമ്മൾ പ്രവേശിച്ചു. ഒരുപക്ഷേ ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തിനേക്കാൾ ഹിജറ വർഷത്തിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളതെങ്കിലും ലോകം മുഴുക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി കാണുന്നതാണ് ക്രിസ്തു വർഷം എന്നുള്ളത്. അതിൽ 2026 നമ്മൾ പ്രവേശിച്ചു. നാട്ടിൽ ഒരുപാട് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടും രാവു പുലരുവോളം ആടിത്തിമിർത്തുകൊണ്ടും വലിയ ഒരു സമൂഹം പുതുവർഷത്തെ സ്വീകരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ചിലരെങ്കിലും പുതിയ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടാകും. ഇതുവരെ തുടർന്നു കൊണ്ടുവന്നിരുന്ന തിന്മകളിൽ പലതും ഒഴിവാക്കുവാനും തൻ്റെ ശരീര സംരക്ഷണവും തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുമൊക്കെ ഒട്ടേറെ തീരുമാനങ്ങൾ എടുത്തവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഈ സമൂഹത്തിൽ, ഈ ലോകത്ത് ജീവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തിരിച്ചറിവുകൾ നമുക്കും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലെ കലണ്ടർ ഒന്ന് മാറ്റുക എന്നതിനപ്പുറത്തേക്ക് 2025 എന്ന് എഴുതിയ ഭാഗത്തെല്ലാം ഇനി മുതൽ 2026 എന്ന് എഴുതുക എന്നതിനപ്പുറത്തേക്ക് ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുണ്ട്. പ്രത്യേകിച്ച് 2026 പ്രവേശിക്കുമ്പോൾ 3 ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 3 ദിവസങ്ങൾ.
നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു വാചകമുണ്ട് 3 ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അദ്ദേഹം പറയുകയാണ്, അദ്ദുന്യ സലാസതു അയ്യാം. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് 3 ദിവസങ്ങളാണ്. അംസി അൽയൗം ഗദൻ. ആ 3 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അംസി, ഇന്നലെയാണ്. ആ ഇന്നലെ എന്നുള്ളത് നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ഇനി ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടാത്തതാണ് ആ ഇന്നലെകൾ. ഇന്ന് എന്ന് പറഞ്ഞാൽ നിനക്ക് അധ്വാനിക്കാനുള്ളതാണ്. നാളെ എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിലേക്ക് എത്തപ്പെടുമോ എന്ന് ഒരു ഉറപ്പുമില്ലാത്ത ആളാണ്. ഈ ഒരു 3 ദിവസങ്ങൾ, ഇന്നലെയും ഇന്നും നാളെയും, പ്രിയപ്പെട്ടവരെ, ഈ 3 ദിവസങ്ങളെ കുറിച്ച് ചില വിചിന്തനങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ്, ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം ഇന്നലകളെ കുറിച്ചാണ്. ഇന്നലെ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ ദിവസത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ സമയത്തെയും, നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് മുതൽ നമ്മുടെ കഴിഞ്ഞ കാലം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഇന്നലകളാണ്. ആ ഇന്നലകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്കൊരു ആത്മവിചാരണക്ക്, ഒരു ഹിസാബിന് നമ്മൾ സന്നദ്ധമാവണം. എന്താണ് ആ വിഷയം? നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകമുണ്ട്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾക്കൊരു വിചാരണ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ നടത്തണം. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വിചാരണയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. തീർച്ചയായും ആ വിചാരണക്കായി അല്ലാഹുവിന്റെ മുന്നിൽ നിവർന്നു നിൽക്കേണ്ടി വരും എന്ന് ഉറപ്പുള്ളവരാണ് നമ്മൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു വിചാരണ നമ്മൾ ഉറപ്പിക്കുമ്പോൾ തന്നെ ഞാൻ എന്തായിരിക്കും എൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് എൻ്റെ റബ്ബിനോട് പറയാം? എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ പ്രദർശിപ്പിക്കപ്പെടുമല്ലോ. എൻ്റെ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹാഖയിലെ 18ാമത്തെ ആയത്താണ്. നമ്മുടെ എല്ലാം കണ്ണു തുറക്കേണ്ട ഒരു ആയത്ത്. അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു പറയുകയാണ്, യൗമഇദിൻ തുഅറദൂൻ. അന്നേ ദിവസം ആ പ്രവർത്തനങ്ങളെല്ലാം തുറന്നു വെക്കപ്പെടുന്നതാണ്, എല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ലാ തഖ്ഫാ മിൻകും ഖാഫിയ. യാതൊരു മറഞ്ഞ കാര്യവും നിങ്ങളിൽ നിന്ന് മറന്നു പോകുന്നതുമല്ല. എത്ര ഗൗരവപ്പെട്ട ആയത്താണത്. അല്ലാഹ് പറയാണ്, യൗമഇദിൻ തുഅറദൂൻ. ആ ദിവസം എന്ന് പറഞ്ഞാൽ, പരലോകത്തുള്ള ആ ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രദർശിപ്പിക്കപ്പെടും. നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണിക്കപ്പെടും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാണ്. നമ്മളൊരു വിചാരണ നടത്തുക, സ്വന്തത്തിനോട് ചോദിക്കുക, എന്തപ്പം നിന്റെ ജീവിതം, നിന്റെ അവസ്ഥ എന്താണ്? ഒരു പക്ഷേ നമ്മളൊരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒരു പ്രിപ്പറേഷൻ നടത്തും. ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോട് അന്വേഷിക്കും, എന്തെല്ലാം ചോദ്യങ്ങൾ വരും, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും അവിടെ, ഏതൊക്കെയാണ് പ്രധാനമായ ചോദ്യങ്ങൾ ഉണ്ടാകുക, എങ്ങനെയാണ് അവിടെ പോയി ഇരിക്കേണ്ടത്, എങ്ങനെയാണ് കൈകൾ വെക്കേണ്ടത്, എല്ലാം നമ്മൾ അന്വേഷിക്കാറുണ്ട്. ചോദ്യങ്ങൾ നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ വിചാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് അല്ലാഹ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചോദ്യങ്ങൾ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ ചോദ്യം തരുന്നൊരു പരീക്ഷയാ. നമ്മുടാകുന്ന ഈ ജീവിതത്തിലെ പരീക്ഷയിൽ അല്ലാഹു ചോദ്യം തന്നിട്ടുണ്ട്. ഉത്തരം മാത്രമേ അവിടെ ചോദിക്കുള്ളൂ. ഒരാൾ ഗൾഫിലേക്ക് പോകുകയാണെങ്കിൽ അയാൾ എല്ലാ പേപ്പറും ഒന്നുകൂടി നോക്കും. വിസയുടെ കോപ്പി എടുത്തിട്ടില്ലേ, പാസ്പോർട്ട് കയ്യിലില്ലേ, പാസ്പോർട്ടിന്റെ വാലിഡിറ്റി തീർന്നിട്ടില്ലല്ലോ, എല്ലാം പരിശോധിക്കും ഇല്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, പരലോകത്തിന്റെ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള, മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും വിചാരണ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന ആ ഒരു ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്താണ് സ്വന്തത്തിനെ വിലയിരുത്തിയിട്ടുള്ളത്? മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ കാര്യം ഒന്ന് പരിശോധിക്കും. ഈ പറഞ്ഞ വാചകമുണ്ടല്ലോ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾക്കൊരു വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് വിചാരണ നടത്തണേ എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ടോ.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോൾ അദ്ദേഹം പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക. അപ്പം നോക്കുമ്പോൾ ആൾക്കാരിങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിൻ്റെ കൂടെ കൂടി. പല കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ തമാശയും കളിയുമൊക്കെയായി. എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ. ആ ഒരു കൂട്ടത്തിൽ കൂടി ഇങ്ങനെ ചിരിയും കളിയുമായപ്പോ പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേറ്റു. ഒന്നും മിണ്ടാതെ അദ്ദേഹം അവിടുന്ന് നേരെ മദീന പള്ളിയുടെ മുന്നിലുള്ള ഒരു തോട്ടത്തിലേക്ക് കയറിപ്പോയി. അവിടെ കൂടി നിൽക്കുന്നവരിൽ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. എന്തു പറ്റി അമീറുൽ മുഅ്മിനീന്? ഉമറിന് എന്തു പറ്റി? ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി പുറപ്പെട്ട അതേ തോട്ടത്തിലേക്ക് അദ്ദേഹത്തിന്റെ പിന്നിൽ അനസ് റളിയല്ലാഹു അൻഹു ചെന്നു. അനസ് പറയാണ്, എനിക്കും ഉമറിനുമിടയിൽ ഒരു മതില് മാത്രം നിൽക്കുന്നുണ്ട്. ഉമർ എന്ത് പറയുന്നു എന്ന് എനിക്ക് കൃത്യമായി കേൾക്കാം. ഉമറിനെ എനിക്ക് കാണാൻ കഴിയും. അങ്ങനത്തെ ഒരു അടുപ്പത്തിലേക്ക് ഞാൻ എത്തിയപ്പോ ഞാൻ ഉമറിനെങ്ങനെ നോക്കുന്ന സമയത്ത് ഉമറിന്റെ 2 കണ്ണുകളും നിറയുന്നുണ്ട്. ഉമർ തന്റെ കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തുന്നു. എന്നിട്ട് സ്വന്തത്തോട് ഉമർ പറയുന്നു, യാ ഉമർ ഇത്തഖില്ലാ, ഉമറേ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ. അള്ളാന്റെ മുന്നിൽ നീ നിൽക്കണം. അള്ളാന്റെ ചോദ്യമുണ്ട്, ഉത്തരം പറയണം. ചിരിയും കടയും തമാശയുമായിട്ട് ജീവിക്കല്ലേ. മറ്റൊരാളല്ല, ഒരാൾ സ്വന്തത്തോട് പറയാ, അള്ളാനെ സൂക്ഷിച്ചോട്ടോ, അള്ളാനെ സൂക്ഷിച്ചോ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ ഒരു ചിരിയും കളിയും കടന്നു വന്നപ്പോഴേക്ക് അവർക്കുണ്ടാകുന്ന ബേജാറ. നമ്മളോ ചിരിക്കാനും തമാശക്കും വേണ്ടി ജീവിതത്തിന്റെ നിമിഷങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അവിടെയാണ് നമ്മളും നമ്മുടെ മുൻഗാമികളും തമ്മിലുള്ള വ്യത്യാസം. അത് കേവലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു വഴിയിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. അദ്ദേഹം ഒരു ഭാഗത്തെത്തി നോക്കുമ്പോ ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോകുന്നത് കാണാം. ആ പക്ഷിയെ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, തൂബാലക് തൂബാലക് യാ ത്വയ്ർ. പക്ഷി, നീ എത്ര ഭാഗ്യവാനാണ്, നീ എത്ര ഭാഗ്യവാനാണ്. തഅകുലീന സമർ, നീ ഇങ്ങനെ പഴങ്ങൾ കടിക്കുന്നുണ്ട്. വതസ്കുനീന ശജർ, നീ ഇങ്ങനെ മരത്തിൽ നിന്ന് മരങ്ങളിലേക്ക് പാറിയും പറന്നും അവിടെ താമസിക്കുകയും ചെയ്യുന്നു. വതസീരീന ഇലാ ഗൈരി ഹിസാബ്, നിനക്ക് എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം. നിനക്ക് വിചാരണല്ലോ, നിനക്കൊരു വിചാരണല്ലോ, നിനക്ക് എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം. നീ അങ്ങനെ മരിച്ചുപോയി, നീ ഒരു മണ്ണായി തീരും ചെയ്യും. ലവദിത്തു അന്നീ കുൻതു മിസ്ലക്, ഞാൻ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു വിചാരണക്കും നിൽക്കാൻ കഴിയാതെ എന്റെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോയിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത് ഒരിക്കലും ജീവിതത്തിൽ അതൃപ്തമായി കൊണ്ടല്ല പറയുന്നത്, മറിച്ച് അള്ളാന്റെ മുന്നിൽ നിൽക്കേണ്ട കാര്യം ആലോചിച്ചുകൊണ്ട് ബേജാറ. അള്ളാന്റെ മുന്നിൽ നിൽക്കേണ്ട കാര്യം ഞാൻ എന്താ റബ്ബിനോട് ഉത്തരം പറയാ, ആ ഒരു ബേജാറായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നലകളെ കുറിച്ച് നമുക്കൊരു ബോധ്യപ്പെടൽ ഉണ്ടാവണം. നമ്മുടെ ഇന്നലകൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ പരിശോധിക്കാം. കുറേ കാലങ്ങൾക്ക് പോണ്ട നമുക്ക് ബോധം വന്നത് മുതൽ, നമുക്ക് പ്രായപൂർത്തിയെത്തിയത് മുതൽ, നമ്മൾ ഒരു പക്വതയെത്തിയെന്ന് പറയുന്നത് മുതൽ വരെയുള്ള ആ ഒരു സമയം മാത്രം മതി. അവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെടാൻ കഴിയും. തിരിച്ചറിവുണ്ട്, നമുക്ക് മാറ്റം വരുത്തേണ്ടതായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ വിഷയം, ആ ഫോണൊന്ന് വാങ്ങിയിട്ടൊന്ന് മാറ്റി. രണ്ടാമത്തെ വിഷയം നമ്മുടെ ഇന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അൽ-യൗം, ഇന്നേ ദിവസം. ഈ ദിവസം എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനത്തിലുള്ളതാണ്. നമ്മുടെ ദിവസങ്ങൾ ഓരോ നിമിഷവും നമുക്ക് കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കുറിച്ച് ആത്മവിചാരണ നടത്തുന്നതോടൊപ്പം ഇന്നത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇത് അധ്വാനിക്കാനുള്ള സമയമാണ് എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രഗത്ഭനായ താബിയായ ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്. നമ്മളെക്കുറിച്ച് പറയാം, ഓരോ ദിവസമാകുന്ന സമയത്തും പ്രഭാതമാകുന്ന സമയത്ത് ഒരു വിളിയാളമുണ്ട്. യബ്ന ആദം, യബ്ന ആദം, അല്ലയോ ആദമിന്റെ മകനെ, ഇന്നമാ അൻത അയ്യാമും മജ്മുഅ, നീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ കൂടിച്ചേർന്നതാണ്. നീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളാണ്.
ദിവസങ്ങൾ കൂടിച്ചേർന്ന് മാസങ്ങളും, മാസങ്ങൾ കൂടിച്ചേർന്ന് വർഷങ്ങളും, വർഷങ്ങൾ കൂടിച്ചേർന്ന് നിന്റെ ആയുസ്സും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഫഇദാ ദഹബ യൗമുൻ ദഹബ ബഅദുക്. ഒരു ദിവസം കഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞു പോണത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ വാക്കാണ് പറയുന്നത്, എത്ര വലിയ വാക്കാണത്. നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് പോയത്. കാരണം നിനക്ക് 30 വയസ്സുവരെയാണ് ജീവിതമെങ്കിൽ, 60 വയസ്സുവരെയാണ് ജീവിതമെങ്കിൽ, ആ 60 വയസ്സ് എന്നുള്ളത് 60 വർഷമാണ്. ഓരോ വർഷവും 365 ദിവസങ്ങളാണ്. ഓരോ ദിവസങ്ങളും 24 മണിക്കൂറുകളാണ്. ഓരോ മണിക്കൂറുകളും 60 മിനിറ്റുകളാണ്. ഓരോ മിനിറ്റുകളും 60 സെക്കൻഡുകളാണ്. ഒരു സെക്കൻഡ് പോലും നിനക്ക് വെറുതെ ഇരിക്കാൻ കഴിയൂല. അതാ പറഞ്ഞതിനർത്ഥം. സമയം പോണില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, 1 മണിക്കൂറായിട്ട് ഞാൻ വെറുതെ ഇരിക്കാന്ന് പറയുന്നവരുണ്ടല്ലോ. എന്നാ മനസ്സിലാക്കിക്കോ, ഇന്നമാ അൻത അയ്യാമും മജ്മുഅ. നീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ കൂടി ചേർന്നതാണ്. നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ പൊതുവെ ഒരു വയസ്സ് കൂടുകയാണല്ലോ. താടിയൊക്കെ നിരക്കാൻ തുടങ്ങും, മുഖത്ത് ചുളിവുകളൊക്കെ വരാൻ തുടങ്ങും. നമ്മൾ പറയും പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ പ്രായം കൂടുക എന്നുള്ളതല്ല, ആയുസ് കുറയുകയാണ്. ആയുസ് കുറയാണ്. നമ്മൾ 40ാമത്തെ വയസ്സിലാണ് നമ്മുടെ മരണം തീരുമാനിച്ചതെങ്കിൽ 39ാമത്തെ ആ ഒരു പ്രായത്തിലേക്ക് നമ്മളിങ്ങനെ എത്തിയിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടും നമ്മുടെ വയസ്സ് പ്രഖ്യാപിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിനൊക്കെ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി നമ്മുടെ മുന്നിലുള്ളത് എണ്ണിച്ചുട്ട അപ്പം പോലെ 365 ദിവസങ്ങൾ. ആ 365 തന്നെ പകുതിയിലധികം ഒരു പക്ഷേ ഉറങ്ങിത്തീർക്കും. നമ്മുടെ ജോലി തിരക്കും മറ്റൊക്കെ മാറ്റിവെച്ചാൽ നമ്മുടെ പരലോകത്തേക്ക് എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 2025 പോട്ടെ, നമ്മൾ അവിടെ ഇങ്ങനെ ഒന്ന് വിലയിരുത്തി നോക്കിയേ കാണി. നമ്മുടെ ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റും, അൽഹംദുലില്ലാ, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാനൊരു വീടിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനിച്ചിട്ടുണ്ട്, ഒരു സ്ഥലം വാങ്ങാൻ പറ്റിയിട്ടുണ്ട്, എന്റെ കച്ചവടം കുറച്ചുകൂടി അഭിവൃദ്ധിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരി, ഒക്കെ ദുനിയാവിന്റെ വിഷയം. പക്ഷെ നമുക്ക് പറയാൻ പറ്റുമോ, ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എന്റെ ഖബറിലേക്കുള്ള നടത്തത്തിൽ ഞാൻ 2 സ്റ്റെപ്പ് കൂടുതൽ വെച്ചു കഴിഞ്ഞു. ഇനി വളരെ തുച്ഛമായ ചുവടുകൾ മാത്രമാണ് എന്റെ ഖബറിലേക്കുള്ളത്. എന്റെ മുന്നിൽ തുറന്നു വെച്ച ഖബറുണ്ട്, എന്റെ പിന്നിലാകട്ടെ കൈകളുമായി കൊണ്ട് മലക്കുൽ മൗത്ത് നിൽക്കുകയാണ് അതിലേക്ക് തള്ളിയിടാൻ. ഒരൊറ്റ നിമിഷം, ഇന്നേ ദിവസം കഴിഞ്ഞാൽ തീരും അല്ലേ? നമ്മുടെ ജീവിതം അതല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്നേ ദിവസമാണ് നമുക്ക് ജീവിക്കാനുള്ളൂ. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ നാളെക്കുറിച്ച് നിനക്കൊരു പ്രതീക്ഷയില്ല, ഒരു ഉറപ്പില്ല. ഇന്നത്തെ ദിവസം എന്താ ചെയ്തേ? നമ്മൾ കൂടുതലൊന്നും വേണ്ട. ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ സമയം വരെ നമ്മൾ ചൊല്ലിയ ദിക്റിന്റെ കണക്കെത്രയാ? നമ്മൾ ഓതിയ ഖുർആനിന്റെ ആയത്തുകളുടെ കണക്കെത്രയാണ്? നമ്മൾ കൊടുത്ത ദാനത്തിന്റെ കണക്കെത്രയാണ്? നമ്മൾ ചൊല്ലിയ സ്വലാത്തിന്റെ കണക്കെത്രയാണ്? പ്രിയപ്പെട്ടവരെ, വെറും വാക്കല്ല, നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. കാരണം ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടൂല. നമ്മുടെ ഒരു ദിവസം, ഒരു സെക്കൻഡ് പോയാൽ പിന്നെ അത് തിരിച്ചു കിട്ടൂല. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, യബ്ന ആദം, ഓരോ ദിവസമാകുന്ന സമയത്തും പറയും ഒരു വിളിയാളമുണ്ട്. യബ്ന ആദം, അല്ലയോ ആദമിന്റെ മകനെ, അന യൗമുൻ ജദീദ്, ഞാൻ നിനക്കൊരു പുതിയ ദിവസമാണ്. അലാ അമലിക ഷഹീദ്, നിന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ സാക്ഷിയാണ്. ഫഗ്തനിംനീ, അതിനാൽ എന്നെ നീ ഉപയോഗപ്പെടുത്തേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കോ. ഫഇന്നീ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഞാൻ ഒരിക്കലും തിരിച്ചു വരുന്നതല്ല. എത്ര ഗൗരവപ്പെട്ട വാക്ക! ഇന്ന് രാവിലെയും ആ വിളിയാളുണ്ടായിട്ടുണ്ട്. ഞാൻ നിനക്കൊരു പുതിയ ദിവസമാണ്, വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കോ, പിന്നെ നിനക്ക് കിട്ടൂല. ഇന്നലെ എന്നുള്ളൊരു ദിവസം ഉണ്ടല്ലോ, വേണ്ട, ഇന്നത്തെ ഈ വെള്ളിയാഴ്ച, ജനുവരി 2 വെള്ളിയാഴ്ച, ഈ ഒരു അരമണിക്കൂർ, ഇത് പ്രിയപ്പെട്ടവരെ കിട്ടൂല. നമുക്ക് അരമണിക്കൂറുകൾ ഉണ്ടാകും, പക്ഷെ അത് 2026 ജനുവരി 2 മാറി.
കലണ്ടർ മാറി, ദിവസം മാറി, ആഴ്ച മാറി, മാസം മാറി, വർഷം മാറി. അവിടെയാണ് ഒരു സെക്കൻഡ് പോലും ഒരു വിശ്വാസിക്ക് ഒഴിഞ്ഞിരിക്കാൻ കഴിയൂലാണ്. അതാ പറയുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള സമയം കുറേ കാലം കഴിയുക എന്നുള്ളതല്ല, ഉള്ള സമയം ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനങ്ങളിൽ ഏറ്റവും ഖൈർ ആരാണെന്നറിയോ? ജനങ്ങളിൽ ഏറ്റവും ഖൈറുൻ നാസ് മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഏറ്റവും നല്ല ആളെന്ന് പറഞ്ഞാൽ കുറച്ച് ദീർഘമായ കാലം ജീവിക്കുന്നതാണ്. പക്ഷേ ത്വാല ഉംറുഹു വഹസുന അമലുഹു, അവന്റെ അമല് നന്നാക്കണം. കുറെ കാലം കഴിയുക, 70 വയസ്സുവരെ 80 വയസ്സുവരെ ജീവിക്കുക എന്നുള്ളതല്ല. ഉള്ള കാലം, ജീവിതമുള്ള കാലത്തോളം അള്ളാഹുലേക്ക് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതാ ഭാഗ്യം, അതാണ് ഏറ്റവും ഖൈർ. അങ്ങനത്തെ ഭാഗ്യവാന്മാരുണ്ട്. നമ്മുടെയൊക്കെ മുൻഗാമികളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വളരെ തുച്ഛമായ വർഷം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു തന്റെ 31ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. 31ാമത്തെ വയസ്സിൽ. തന്റെ 37ാമത്തെ വയസ്സിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. വെറും 6 വർഷം. ആ 6 വർഷം കൊണ്ട് അദ്ദേഹം എടുത്ത നേട്ടങ്ങളുടെ കണക്ക് നിങ്ങൾക്ക് കേൾക്കണോ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ബിൻ മുആദ്. പരമകാരുണ്യകന്റെ അർശ് ഇങ്ങനെ വിറച്ചിട്ടുണ്ട്. ലിമൗതി സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ സന്തോഷം തന്റെ സഅദ് തന്നിലേക്ക് വരുന്നു എന്ന സന്തോഷത്തിൽ അല്ലാഹുവിന്റെ അർശിൽ പ്രകമ്പനം കൊണ്ടു എന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇനി അത് മാത്രമാണോ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ മയ്യത്തെടുക്കാൻ വേണ്ടിയിട്ട് മയ്യത്തെടുത്തിങ്ങനെ വരുന്ന സമയത്ത് പ്രവാചകൻ ഓടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നിട്ട് ആ മയ്യത്തിന്റെ കട്ടിലിന്റെ ഒരു ഭാഗം പ്രവാചകന്റെ തോളിലേക്ക് വെക്കുക. എന്നിട്ട് പറയാണ്, പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ എന്താ നിങ്ങൾ ഇങ്ങനെ ഓടി വന്നതെന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അറിഞ്ഞു ഈ സഅദ് ബിൻ മുആദിനെ കൊണ്ടുപോകാൻ വേണ്ടി 70,000 മലക്കുകൾ ഇതാ ഭൂമി ലോകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ 70,000 മലക്കുകളെയാണ് അല്ലാഹു പറഞ്ഞയച്ചത്. സുബ്ഹാനല്ലാഹ്. വെറും 6 വർഷം കൊണ്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ പേരെഴുതപ്പെട്ട സഅദ് ബിൻ മുആദ്. നമ്മളും 6 കൊല്ലത്തിലധികമായില്ലേ മുസ്ലിമായിട്ട്? 16 കൊല്ലം കഴിഞ്ഞില്ലേ? 26 കൊല്ലമായില്ലേ? 36, 46 കൊല്ലം മുസ്ലിമായിട്ട് ജീവിച്ചില്ലേ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു മാറ്റം. അള്ളാഹുവിന്റെ അർശിന്റെ കാര്യപിടി, മലക്കുകളുടെ കാര്യപിടി. മലക്കുകളിൽ തന്നെ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് ഏറ്റവും നൈർമല്യത്തോടുകൂടി റൂഹിനെ പിടിക്കും. എന്റെ റൂഹ് അങ്ങനെയായിരിക്കും, എനിക്ക് മരണത്തിന്റെ വേദന ലഘൂകരിക്കപ്പെടും എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് എത്ര ആളുകൾക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, കുറെ കാലം ജീവിക്കുക എന്നുള്ളതല്ല. 6 കൊല്ലം മാത്രമാണ് മുസ്ലിമായിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ അവിടെ നേടിയെടുത്തിട്ടുണ്ട്. ഇമാം നബവിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? റഹ്മത്തുള്ളാഹി അലൈഹി. 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ആളാണ് ഇമാം നബവി. 45ാമത്തെ വയസ്സിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. 45ാമത്തെ വയസ്സിൽ. ഒരു പക്ഷേ ഈ ഇരിക്കുന്നവരിൽ 45 കഴിഞ്ഞവരുണ്ടാകും. ഓർമ്മപ്പെടുത്തട്ടെ ഇമാം നബവിയുടെ ചരിത്രം. അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോ, അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, കുട്ടിയായിരിക്കുന്ന നബവി കരയാൻ തുടങ്ങും. കൂടെ കളിക്കാൻ വേണ്ടിയിട്ടല്ല പറയണത്, എന്നെ കളിക്കാൻ വിളിക്കല്ലേ, എനിക്ക് പഠിക്കണം. അദ്ദേഹം സദസ്സുകളിലേക്ക് ചെല്ലും, ദീനീ സദസ്സുകളിലേക്ക് ചെല്ലും. ഒരു ദിവസം തന്നെ 12ഓളം വിഷയങ്ങൾ അദ്ദേഹം പഠിക്കുന്ന. ഒരു ദിവസം 12 വിഷയങ്ങൾ. അതിൽ ഖുർആനുണ്ട്, ഹദീസുണ്ട്, ഫിഖ്ഹുണ്ട്, മറ്റുള്ള പല മേഖലകളുണ്ട്. അങ്ങനെ പഠിച്ച ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പള്ളികളിലും അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ടാകും. ഇമാം നബവിയുടെ 40 നബവിയ എന്ന് പറയുന്ന 40 ഹദീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. റിയാദുസ് സാലിഹീൻ എന്ന ആ ഒരു പേര് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും മുസ്ലിം ഉമ്മത്തിൽ. ഓരോ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിലെ ആയത്തും ഹദീസും പണ്ഡിത വചനങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഗ്രന്ഥം. എത്രയെത്ര ഗ്രന്ഥങ്ങൾ! അദ്ദേഹം കൈവെക്കാത്ത ഒരു മേഖലയുണ്ടാവില്ല. ഒരു 45 കൊല്ലം ജീവിച്ചത്. പക്ഷെ ആ 45 കൊല്ലം
അദ്ദേഹം അധ്വാനിക്കേണ്ട രൂപത്തിൽ അധ്വാനിച്ചു, പഠിച്ചു, ജീവിതം ക്രമപ്പെടുത്തി. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വന്തത്തോട് ഒരു ചെറിയ ചോദ്യം. നമ്മൾ 12 വിഷയങ്ങളൊക്കെ പോട്ടെ, ഒരു ദിവസം നമുക്കാർക്കും എതിരഭിപ്രായമില്ലാത്ത ഒന്നാണല്ലോ വിശുദ്ധ ഖുർആനിന്റെ കാര്യം. അത് പഠിക്കുക എന്നുള്ളത് ആർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ല. മുസ്ലിം ഉമ്മത്തിൽ ഒരാൾക്കും തർക്കം ഉണ്ടാവില്ല. ആ ഖുർആനിന് വേണ്ടിയിട്ട്, ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ആളുകൾ പണിയെടുക്കുന്നുണ്ട്? 12 വിഷയം വേണ്ട, വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ മാത്രം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഖുർആൻ തന്നിട്ട് ഈ വരി ഒന്ന് വായിച്ചു തരുമോ എന്നൊരാൾ ചോദിച്ചാൽ ഒരു തെറ്റുകൂടാതെ, ഒരു ജാള്യതയില്ലാതെ നമ്മളിൽ എത്ര ആളുകൾക്ക് പറയാൻ കഴിയും, ഞാൻ ഓതിത്തരാ, ഇന്ന നിയമം അതിന്നതാ? പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമുക്കറിയൂലെങ്കിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള ആളുകൾ കയറിയ സ്വർഗത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തും? നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിക്കും. അവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ വലിയ ഭാഗം പഠിക്കാനും ദീനിന്റെ കാര്യത്തിലേക്ക് മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു. ദുനിയാവ് വേണ്ടെന്നല്ല, പക്ഷെ പരലോകം നഷ്ടപ്പെടുത്തിയിട്ട് ഒരു ദുനിയാവ് കിട്ടിയിട്ട് എന്താ കാര്യം? എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് തീരുമാനിക്കാൻ കഴിയണം ഇന്നിനെ കുറിച്ച്. ഇന്ന് നമ്മൾ തുടങ്ങണം. പല ആളുകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ തുടങ്ങാം, എന്തായാലും ഇപ്പൊ ഇനി റമദാൻ വരില്ലേ, റമദാന് തുടങ്ങാം. ഇല്ല, കഴിയൂല. ഒന്നുകിൽ നമ്മൾ ആ റമദാനിലേക്ക് എത്തൂല, അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, തീരുമാനിക്കണം. നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുർആൻ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ കിട്ടും. പീസ് റേഡിയോ എന്ന് പറയുന്ന ഒരൊറ്റ ആപ്പ് മതി. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് 24 മണിക്കൂറും കിട്ടും. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് പീസ് റേഡിയോ PEACE എന്ന് അടിക്കുമ്പോഴേക്ക് വരും 5 ലക്ഷത്തിലധികം ആളുകൾ നിരന്തരമായി ദീനി പഠനം നടത്തിക്കൊണ്ടിരിക്കാം. നമുക്ക് അവസരങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ. നമ്മൾ ജോലി തിരക്കിലാണോ? അവിടുന്ന് പഠിക്കാം. നമ്മൾ ഓട്ടോ ഓടിക്കുന്ന ആളാണോ? വണ്ടി ഒരു സൈഡിൽ നിർത്തുന്ന സമയത്ത്, സ്റ്റാൻഡിൽ നിർത്തുന്ന സമയത്ത് നമുക്ക് അവിടെ ഇരുന്ന് കേൾക്കാം, പഠിക്കാം. നമ്മൾ പഠിക്കാനും കൂടി റെഡിയാവണം, മാറാൻ കൂടി റെഡിയാവണം. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി കൂടിയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം നാളെയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഗദൻ, ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഗദൻ, നാളെയെക്കുറിച്ച് നീ ഒരിക്കലും ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അവിടെയും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുണ്ട്. വരാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളെക്കുറിച്ചും ഒരു പ്രതീക്ഷയുണ്ട്. ഒരു വിശ്വാസിന്റെ ജീവിതമാണ്. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ പ്രയാസത്തിലാണോ? എൻ്റെ ഈ ഒരു പ്രയാസത്തിനൊരു ആയാസമുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ റബ്ബ് മാറ്റം വരുത്തും. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ അത് മാറ്റാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആയത്തുണ്ട്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. നമുക്ക് എല്ലാവർക്കും മനപ്പാടാണ്. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? തീർച്ചയായും പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട്. ആ വാക്ക് നോക്ക്. നമ്മളിപ്പോൾ പ്രയാസത്തിലാണ് എങ്കിൽ ആ പ്രയാസം മാറ്റിത്തരാൻ പ്രിയപ്പെട്ടവരെ ആർക്കാ കഴിയുക? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മുതലാളിക്ക് കഴിയൂല. നമ്മുടെ കുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുന്ന ഡോക്ടർക്ക് രോഗം മാറ്റാൻ കഴിയൂല. ഡോക്ടർ പറയാ, എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യാം, ബാക്കിയൊക്കെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയം പരിശോധിക്കണം. നമ്മൾ റബ്ബുമായിട്ടുള്ള ബന്ധം എന്താ? നമ്മുടെ നാളെക്കുറിച്ച് നമുക്കെന്ത് പ്രതീക്ഷയാണുള്ളത്? അവിടെയാണ് നമ്മുടെ നേതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹാജറിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും മക്കയിൽ നിർത്തിക്കൊണ്ട് തിരിച്ചു പോകുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി, ഹാജറും ഇസ്മായിലും മാത്രമായി. ചെറിയ കുട്ടിയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. കുട്ടി കരയാൻ തുടങ്ങി വിശപ്പ് കാരണത്താൽ. ആ സമയത്ത് മഹദിയായ ഹാജറിന്റെ ഒരു പ്രവർത്തനമുണ്ട്. ഇന്നും നമ്മൾ ഹജ്ജിന്റെ സമയത്തും ഉംറയുടെ സമയത്തുമെല്ലാം സഅയ് ചെയ്യുക എന്നുള്ളൊരു ഭാഗമുണ്ട്. സഫയുടെയും മറവയുടെയും കുന്നുകൾക്ക് മുകളിലേക്ക് ഇങ്ങനെ ഓടുക എന്നുള്ള ഭാഗം. അതിന്റെ തുടക്കക്കാരി ആരാ? മഹദിയായ ഹാജറാണ്. ആ ഹാജറ ബീബി സഫയുടെ മുകളിലേക്ക് കയറാണ്. ആ കുന്നിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ട് അവരിങ്ങനെ നോക്കുക, ആരെങ്കിലും അവിടെ ഉണ്ടോ, വല്ല വെള്ളവും കിട്ടാനുണ്ടോ. വീണ്ടും അവർ മറുവയിലേക്ക് കയറും, വീണ്ടും സഫയിലേക്ക് വരും, വീണ്ടും മറുവയിലേക്ക് പോകും. ഇങ്ങനെ 7 തവണ ചെയ്തു. അതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് മഹദിയായ ഹാജറിൽ നമുക്കൊരു
മാതൃകയുണ്ട്. അവിടെ ആരുമില്ല എന്നറിയാം, എന്നാലും എൻ്റെ റബ്ബ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു, എന്തോ ഒരു കാര്യം റബ്ബിൽ നിന്ന് കിട്ടാനുണ്ട്. ആരൊക്കെ കൈയൊഴിഞ്ഞാലും ശരി, എൻ്റെ റബ്ബ് എന്നെ സഹായിക്കുന്നുള്ള വിശ്വാസം. അള്ളാഹു സഹായിച്ചില്ലേ? നമ്മളെല്ലാവരും കുടിക്കുന്ന സംസം, ഏറെ പ്രാധാന്യത്തോട് കുടിക്കുന്ന സംസം ആ സമയത്താണ് ഉണ്ടാകുന്നത്, അല്ലേ? അതിന്റെ ചരിത്രങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാം, അള്ളാഹുവിന്റെ വലിയ ഒരു പരീക്ഷണത്തിൽ യൂനുസ് നബി അലൈഹി ഇസ്ലാം പെട്ടു. കടലിലേക്ക് എറിയപ്പെട്ടു എന്ന മാത്രമല്ല, വലിയ ഒരു മത്സ്യം വന്ന് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വിഴുങ്ങുകയും ചെയ്തു. ആ ഒരു ദുലുമാത്തുകളിൽ വെച്ചുകൊണ്ട്, അന്ധകാരങ്ങളിൽ വെച്ചുകൊണ്ട് യൂനുസ് നബി അലൈഹി ഇസ്ലാം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു വിശ്വാസിക്കുള്ള പ്രതീക്ഷയായ പ്രാർത്ഥന, നിരാശയല്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ ഒരു പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന വെച്ചുകൊണ്ട് ഒരാൾ എന്ത് ചോദിച്ചാലും അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാകും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് പറയാം. അവിടെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രതീക്ഷ നോക്ക്. കടലിന്റെ അടിയിൽ മത്സ്യത്തിന്റെ വയറ്റിലാണ്. ഈ മത്സ്യം പുറത്തേക്ക് തള്ളിയാലും ഞാൻ വെള്ളം കുടിച്ചു മരിക്കും, അല്ലെങ്കിൽ വേറൊരു മത്സ്യം പെടും, അതിന്റെ വയറ്റിൽ പെടും, എന്റെ ജീവിതത്തിൽ ഇനിയൊന്നുമില്ല. അങ്ങനെ നിരാശ തോന്നേണ്ട സമയം, പക്ഷേ നിരാശയില്ലാതെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നാളെയെക്കുറിച്ച് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രയാസത്തിലാണ്, ആ പ്രയാസം മാറ്റിത്തരാൻ രാജാതിരാജനായ നമ്മുടെ സൃഷ്ടാവായ നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ റബ്ബിന് മാത്രമേ കഴിയൂ. ആ റബ്ബിലേക്ക് നമ്മൾ അടുത്താൽ തീർച്ചയായും ഞാനിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസവും പരിഹരിക്കാൻ എൻ്റെ റബ്ബിന് കഴിയും എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രതീക്ഷയുമായി നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്നുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇന്നലകളും ഇന്നും നാളെയുമൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിലൂടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ കൂടി ഒരു ശ്രദ്ധ ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകും, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഏറെ ദുഃഖകരമായൊരു വാർത്തയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായത്. പെരിന്തൽമണ്ണയിലുള്ള ഒരു 16 വയസ്സുള്ള പെൺകുട്ടി തൻ്റെ ഉമ്മയോട് പിണങ്ങിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അവൾ പോകുന്നതാവട്ടെ കോഴിക്കോട്ടേക്കാണ്. അങ്ങനെ കോഴിക്കോടെത്തി അവിടെ ബീച്ചിൽ പോയിരുന്നു. ഒരു പക്ഷേ റീലുകളിൽ കണ്ട ബീച്ചുണ്ട്, റീലുകളിൽ കണ്ട ആളുകളുണ്ട്, റീലുകളിൽ കണ്ട കോഴിക്കോടുണ്ടാകും. ഒരുപാട് ആളുകളെ സഹായിക്കുന്ന, ഒരുപാട് ആളുകൾക്ക് സേവനങ്ങൾ കൊടുക്കുന്നവരൊക്കെ അവിടെ ഉണ്ടാകും. പക്ഷേ ആ പെൺകുട്ടി അവിടെ എത്തി അർദ്ധരാത്രിയായി. അവൾക്ക് ശക്തമായ വിശപ്പ് വന്നപ്പോൾ അവിടെയുള്ള 2 ആളുകളോട് ഭക്ഷണം വാങ്ങിത്തരുമെന്ന് ചോദിച്ചു. ഈ 2 ആളുകൾ മയക്കുമരുന്നിൻ്റെ ആളുകളായിരുന്നു. ആ 2 പേരും ആ പെൺകുട്ടിയെ കൊണ്ടുപോയി അവളെ മയക്കിക്കെടുത്തി വേറെ 2 ആളുകൾ കൂടി ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു എന്ന വാർത്ത ഈ കേരളക്കരയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സംഭവം. ഒരു പക്ഷേ ഇതിൻ്റെ കാരണങ്ങളും അന്യായങ്ങളും ഒക്കെ വിശദീകരിക്കാൻ ഒരുപാട് ന്യായവും അന്യായവും ഒക്കെ പറയണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് എന്താ പറ്റിയത്? ഓരോ ദിവസവും കൂടുന്തോറും തിന്മകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഒന്ന് ക്ഷമിക്കാനുള്ളൊരു മനസ്സില്ല. സ്വന്തം ഉമ്മയോട് തെറ്റിക്കൊണ്ട് പോയാൽ വേറെ ഒരാളും തന്നെ തിരിഞ്ഞു നോക്കൂല. ഉമ്മയോളം സ്നേഹമുള്ള വേറൊരാളുമില്ല, വാപ്പയോളം പരിഗണിക്കുന്ന വേറെ ആരുമില്ല. ഇതൊക്കെ നമ്മുടെ മക്കൾ മറക്കുകയാണ്.
അവർ ചെയ്യുന്ന ഒരു റീലിൽ കുറച്ച് കമന്റുകൾ വരുമ്പോഴേക്ക്, കുറച്ച് ലൈക്കുകൾ വരുമ്പോഴേക്ക് ഇതാണ് ജീവിതം. ഇതാ മനസ്സിലാക്കണം. മക്കളുടെ ഒരു അവസ്ഥയെ പറയണം. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു ലോകത്തിൽ, മറ്റൊരു യൂണിവേഴ്സ് എന്നാ പറയാം, വേറൊരു ലോകത്ത് അവർ ജീവിക്കണം. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയേ അല്ല. ഈ പ്രശ്നമുണ്ട് എന്നുള്ളതൊരു സത്യമാണല്ലോ. മക്കള് മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യം. പക്ഷേ മക്കൾ മാതാപിതാക്കളെയും, മാതാപിതാക്കൾ മക്കളെയും, പരസ്പരം നാട്ടുകാരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കുറ്റം പറഞ്ഞതുകൊണ്ട് പരിഹാരാവൂ? നമ്മുടെ മക്കൾ മോശമായി, നമ്മുടെ മക്കൾ മയക്കുമരുന്നിൽപ്പെട്ടു, നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടു, നമ്മുടെ മക്കൾ പ്രേമത്തിൽ കുടുങ്ങി, ഇതൊക്കെ പറയുന്ന ഒട്ടേറെ രക്ഷിതാക്കൾ വിഷമത്തോടുകൂടി പറയുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ അടുത്തിരുത്തിക്കൊണ്ട് ഒരു ദീനിയായ ഒരു ഉപദേശം കൊടുക്കാൻ നമ്മൾ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പറയാൻ കഴിയൂലെങ്കിൽ അത് പറയുന്ന സദസ്സിൽ കൊണ്ടുപോയിട്ടൊന്ന് ഇരുത്താൻ നമ്മൾ റെഡിയായിട്ടുണ്ട്. നമ്മൾ സ്വന്തത്തോട് ചോദിക്കാം. എല്ലാവരും പറയുന്ന ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഓനൊന്നും കേൾക്കൂല. എന്നാൽ ഇതേ നമ്മൾ പറഞ്ഞാൽ ഓൻ കോഴ്സിന് ചേരുന്നുണ്ട്, ഇതേ നമ്മൾ പറഞ്ഞാൽ അവൻ യാത്ര പോകുന്നുണ്ട്, ഇതേ നമ്മൾ പറഞ്ഞാൽ അവൻ പലതും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെതല്ല പ്രശ്നം, നമ്മൾ എടുക്കുന്ന നിലപാടുകളിലാണ് പ്രശ്നം. ദീനിന്റെ കാര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അതിപ്പോ പോയാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദുനിയാവിന്റെ വിഷയത്തിലും അത് നിർബന്ധമായിട്ടും പോകണം. ഒരുപാട് പൈസ മുടക്കുന്ന പരിപാടിയാണ്, ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ആ കോഴ്സിന് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ലീവാകാൻ പറ്റൂല. ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റണം. നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ മക്കൾ ഈ ദുനിയാവിലും പരലോകത്തും നമുക്ക് ഉപകാരം ഉണ്ടാവും. പ്രിയപ്പെട്ടവരങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കാണെങ്കിൽ, നമ്മൾ മരിച്ചിട്ട് നമ്മുടെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പള്ളിയുടെ ഉമ്മറത്ത് ഇങ്ങനെ വെച്ച്, അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ കൊടുന്നു വെച്ച് നമ്മുടെ മക്കളാണ് ഇമാമ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ആ മയ്യത്ത് നമസ്കാരത്തിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻ എന്ന് ആത്മാർത്ഥമായി, റബ്ബേ നിന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്ക്, നിന്റെ ഉമ്മാക്ക് കരുണ ചൊരി എന്ന് പറയുന്ന മക്കളുണ്ടോ നമുക്ക്? നമ്മുടെ മക്കൾ അങ്ങനത്തെ കുട്ടികളാ എന്ന് നമ്മൾ വിജയിച്ചു. നമ്മൾ മരിച്ച് നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചു, എല്ലാവരും തിരിച്ചു വന്നു. പക്ഷെ അവിടെ ഇങ്ങനെ ഇരിക്കുക നമ്മളെ കുട്ടി. നിന്റെ ഉപ്പാക്ക് വേണ്ടി കുറച്ചു നേരം കൂടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോണു, പക്ഷെ അവിടെ ഇരിക്കുക, നിന്റെ ഉപ്പാക്ക് വേണ്ടി എനിക്ക് കുറേ നേരം പ്രാർത്ഥിക്കാം ഇല്ലേ? അങ്ങനത്തെ മക്കളാവണ്ടേ നമ്മുടെ മക്കൾ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർക്ക് ദീന് പഠിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് തീർച്ചയായും നമ്മൾ നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികൾ വിശദീകരിച്ച ഒരു കാര്യമുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, യഖൂലു ലിറജുലിൻ, ഒരു മനുഷ്യനോട് പറയാണ്, അദ്ദിബ് ഇബ്നക, നീ നിന്റെ മകന് അദബ് പഠിപ്പിച്ചു കൊടുക്കുക. ഫഇന്നക മസ്ഊലുൻ അൻ വലദിക, തീർച്ചയായും നിന്റെ കുട്ടിയുടെ കാര്യത്തിൽ നീ ചോദ്യം ചെയ്യപ്പെടും. മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു, നീ എന്ത് അദബാണ് അവനക്ക് പഠിപ്പിച്ചു കൊടുത്തത്, എന്ത് ഇൽമാണ് അവനക്ക് കൊടുത്തത് എന്ന് നിന്നോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മളോട് ചോദിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ എനിക്ക് പഠിപ്പിക്കാം, ഞാൻ 4ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്താ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി. പറ്റൂല. ആ കുട്ടികൾക്കൊരു പക്വതയും പ്രായവും എത്തുന്നത് വരെ ഫുൾ ടൈം അവരുടെ പിന്നാലെ നടക്കണം എന്നല്ല, പക്ഷെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, ചേർത്ത് നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള സദസ്സുകൾ ഉണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ എത്തിക്കണം. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 10-ാം തീയതി നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ വിളിച്ചുകൊണ്ട് 8ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള പ്രോഗ്രാം. പ്രിയപ്പെട്ടവരെ, അതിന്റെ ഒരു രജിസ്ട്രേഷൻ നമ്മുടെ പുറത്തുണ്ടാകും. ഞാനിവിടെ മിമ്പറിൽ തന്നെ ഇരുന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ ഇതിന്റെ ഗൗരവം അങ്ങനെ തന്നെ കാണണം. നമ്മുടെ മക്കൾ അവിടെ എത്തി എന്നുള്ളത് വേറെ എങ്ങോട്ട് അവർ പോയോ ഇല്ലേ എന്നുള്ളതല്ല. അന്നേ ദിവസം മക്കളോട് പറയണം, 10-ാം തീയതി രാവിലെ ഇന്ന സമയത്ത് ഇവിടെ എത്തണം, നമുക്ക് 2 കൂടി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ എത്തിക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ റെഡിയാവണം. നമ്മുടെ മക്കൾ ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരമുള്ള മക്കളായിട്ട് മാറണം. അള്ളാഹു അത്തരത്തിലുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ.
അവർ ഗൾഫിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒരുപാട് ദിവസങ്ങളോളം അവിടെ ഹോസ്പിറ്റലിൽ കിടത്തി. ഇപ്പോൾ എറണാകുളത്തേക്ക് കൊണ്ടുവന്നിട്ട് എയർ ആംബുലൻസൊക്കെ ഒക്കെ ആയിട്ട്. ഇന്നലെ ആ കുട്ടിയുടെ സർജറി ആയിരുന്നു, 9 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള സർജറി. ഇപ്പോൾ കുടലിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് വേറെ ഒരു ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ടൊക്കെയുള്ള വലിയ ഒരു സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഡോക്ടർ ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ രക്ഷിതാക്കൾ വിളിച്ചിരുന്നു, വളരെ പ്രയാസത്തോടു കൂടി, ഒരുപാട് ലക്ഷങ്ങൾ ചിലവായി. ഇപ്പോഴും ആ കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, വേദന താങ്ങാൻ കഴിയാതെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബിനോട് നമ്മൾ കൈകൾ നീട്ടുന്ന സമയത്തെല്ലാം ആ കുട്ടിക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ആ മോളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഏറ്റവും ഹൈറായ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു ആ കുട്ടിയെ എത്തിക്കുമാറാവട്ടെ. എല്ലാ ഒരു നന്മയും ആ കുട്ടിക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിലുമെല്ലാം അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും സമാധാനമുള്ള ഒരു ജീവിതം അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളെ അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും സ്വാലിഹായ ഇണകളാക്കി മാറ്റുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب